ഇന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കട്ടി ചാറോട് കൂടിയുള്ള ഒരു തക്കാളി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് പൂരിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയും, അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ ഇതിന് പ്രത്യേകിച്ച് പച്ചക്കറികളുടെ ആവശ്യമൊന്നുമില്ല. 2 തക്കാളി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടൊരു കറിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാനിൽ ഓയിൽ ഒഴിക്കുക. ഓയിലൊക്കെ നല്ല ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് തക്കാളിയുടെ എണ്ണവും കൂട്ടാം. എനിക്കിപ്പോൾ രാവിലത്തേക്കും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വേണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 3 തക്കാളി എടുത്തത്. അല്ല നിങ്ങൾക്ക് ഒരു നേരം മതിയെങ്കിൽ നമുക്ക് 2 തക്കാളിയൊക്കെ എടുത്താൽ മതിയാകും. ഇനി ഈ തക്കാളിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. ഇതുപോലെ നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടും. ഇനി നമുക്കൊരു സ്പൂണ് വെച്ച് നന്നായിട്ട് ഈ തക്കാളിയൊക്കെ ഉടച്ചെടുക്കാം. ഞാൻ എല്ലാം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. എരി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂണൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. എരിവിനും കളറിനും വേണ്ടിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് ചേർത്തത്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിത് കറിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നി കഞ്ഞിവെള്ളം ഒഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് വെള്ളത്തിൽ ഒരു ശകലം അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ രാവിലെ കഞ്ഞിവെള്ളം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അരിപ്പൊടി മിക്സ് ചെയ്താണ് ചേർത്തത്. ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എനിക്കിപ്പോൾ കുറച്ച് ചാറോട് കൂടി വേണം. അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്തത്. നിങ്ങൾക്ക് ചാറ് വേണ്ട എന്നുണ്ടെങ്കിൽ 1 കപ്പോ 1/2 കപ്പോ ഒക്കെ ചേർക്കാവുന്നതാണ്. കുറച്ചുകൂടെ തിക്ക് ഗ്രേവി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിലോട്ട് പുളി ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു പിഞ്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. വേറെ പച്ചക്കറികളൊന്നും വേണ്ട. ഒരു 2 തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. നിങ്ങളടുത്ത് വലിയ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണിത്. ഞാനിപ്പോൾ പൂരിയുടെ കൂടെ സൈഡായിട്ടാണ് ഈ കറി എടുത്തിരിക്കുന്നത്. പൂരിയും തക്കാളിക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.